ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കണ്ടു നോക്കിയാലോ. ഇവിടെ ഇതാ ഞാൻ വീട്ടിൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രസ്സുമൊക്കെ കുത്തുന്ന ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് 2 സ്പൂണിൻ്റെ ഇടയിൽ വെച്ച് നമുക്കിത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വലിയ വില കൊടുത്ത് കടയിൽ നിന്നും മേടിക്കാതെ നമ്മുടെ വീട്ടിലെ 2 സ്പൂൺ കൊണ്ട് നമുക്ക് സിമ്പിളായി തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഈ ഐഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളിയൊക്കെ മേടിക്കുമ്പോൾ ചെറിയ ഉള്ളി ചില സമയത്ത് മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് തൊണ്ട് പൊളിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിയൊന്നുമില്ലാതെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് എത്ര ചെറിയ ഉള്ളിയായിരുന്നാൽ പോലും നമുക്ക് വളരെ ഈസിയായി തന്നെ ഇത് തൊണ്ട് പൊളിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ വീട്ടിൽ ഈ ഫ്രൈ പാനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കയ്യിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ മരത്തിൻ്റെ തവിയൊക്കെ പെട്ടെന്ന് തന്നെ പൂത്തു പോകാറുണ്ട്. മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ അതിനായി നമ്മൾ ഇതുപോലത്തെ മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലായി ഒന്ന് ചൂട് കൊള്ളിക്കുക. ഇനി ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് പുറത്ത് വെച്ചാലും ഒട്ടും തന്നെ പൂത്തു പോവുകയോ ഒന്നും തന്നെ ചെയ്യില്ല കേട്ടോ. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെ എത്ര മരത്തിൻ്റെ തവിയുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഇതാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ റബ്ബറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ മുകളിലായി കുറച്ച് പെൻസിലിൻ്റെയും പേനയുടെ ഒക്കെ വരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഇതിൻ്റെ മുകളിലായി കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് തൊട്ട് പുരട്ടിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കൈകൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചായിട്ടൊന്നൊരു മെഴുക്ക് പോലെയുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി കുറച്ചൊന്ന് പൗഡർ ഒന്ന് ഇട്ടതിന് ശേഷം അതിലേക്കൊന്ന് ഇതൊന്ന് ഇങ്ങനെ പുരട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണമെഴുകിൻ്റെ പശപ്പൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും. അപ്പം ഇനി കുഞ്ഞുങ്ങളൊക്കെ റബ്ബറൊക്കെ ഇങ്ങനെ ചീത്താക്കിയാലും നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ പെൻസിലൊക്കെ എഴുതുന്ന സമയത്ത് ഈ ചില പെൻസിലിൻ്റെ ബാക്കിലൊന്നും റബ്ബർ ഉണ്ടാവില്ല മായ്ക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് കൊടുക്കാം. നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മായ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റബ്ബറില്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഈ ഐഡിയ. ഇനി നമ്മുടെ വീട്ടിൽ വാഴയുടെ കൂമ്പ് ഇതൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഒരു കറ പിടിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് പേസ്റ്റ് നമ്മുടെ കൈകളിലാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ വീട്ടിൽ പരിപ്പ് പയറൊക്കെ കൂടുതലായി ചില സമയങ്ങളിൽ മേടിച്ച് വയ്ക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഇതിൽ പ്രാണികൾ വരാനും പെട്ടെന്ന് ചീത്താവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാവാതെ കുറേ നാളിരിക്കും കേട്ടോ. ഇനി മുട്ട പുഴുങ്ങുന്ന സമയത്ത് ചില സമയത്ത് മുട്ടക്ക് പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ അതിനായി ഇതുപോലെ ഒന്ന് ഞാനിവിടെ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ പുരട്ടി ഇതുപോലെ മുട്ടയുടെ മുകളിലായി പുരട്ടിയതിന് ശേഷം നമ്മൾ പുഴുങ്ങാൻ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മുട്ട പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല പെർഫെക്റ്റായി തന്നെ മുട്ട പുഴുങ്ങിയത് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായി നമ്മൾ വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് കേട്ടോ. നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് കിച്ചണിലൊക്കെ നമ്മുടെ മാക്സി ചുരിദാരൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഷർട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 2 കൈയുടെ ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് വെട്ടി മാറ്റി വയ്ക്കാം. ഇനി ഇത് ബാക്കിലോട്ടൊന്ന് മറിച്ചിടാം. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് വലിയ കാശ് കൊടുത്ത് മേടിക്കാതെ നമുക്ക് വീട്ടിൽ ഇതുപോലെ പഴയ ഷർട്ടുകളുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഡെയിലി നമ്മൾ ഡ്രസ്സ് കഴുകുന്നതോടൊപ്പം തന്നെ നമുക്കിത് ഒരെണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ മാറി നമുക്ക് എടുക്കാവുന്നതാണ്. പാത്രം കഴുകുമ്പോഴും അതുപോലെ പാചകം ചെയ്യുമ്പോഴൊന്നും നമ്മളെ ഡ്രസ്സുകളൊന്നും ആവില്ല കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള കോളറിൻ്റെ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മുടെ തലയിടാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം കവർ ചെയ്ത് കിടക്കും കേട്ടോ. ഇനി ഇതുപോലെ പഴയ ഷർട്ടുകളൊന്നും ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നല്ല നീറ്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ഇത് കിടക്കും കേട്ടോ. ഇനി ഇതിൻ്റെ കൈയിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്തില്ലേ, അപ്പോൾ അത് കളയേണ്ട നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ കൈയിലെ ഈ കുടുക്കിടുന്ന ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ഇസ്തിരിപ്പെട്ടിയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ ഇങ്ങനെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി ഈ ഷർട്ടിൻ്റെ കൈയിലെ ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്കൊന്നും പോകാതെ നല്ല പെർഫെക്റ്റായി തന്നെ ഇതിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ വേറെ കയറോ അല്ലെങ്കിൽ നൂലോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായി നമ്മൾ പാത്രം കഴുകുമ്പോൾ ഇതുപോലെ സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കാറില്ലേ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പോകാനായിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ പോയി ബ്ലോക്കൊക്കെ പെട്ടെന്ന് തീരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പാത്രം സിങ്കിലേക്ക് ഇടുമ്പോൾ വേപ്പില, അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയുടെ തുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണ്ടിട്ട് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം നിൽക്കുന്നതായിരിക്കും. ഇന്ന് കാണിച്ച ചെറിയ ചെറിയ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും